ഇത് സൺഡേ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചപ്പാത്തി ഉണ്ടാക്കാമെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും ചപ്പാത്തി ഇഷ്ടമില്ല. എനിക്കും ചപ്പാത്തിയും പൂരിയൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഞാൻ ജോലിക്ക് പോകുന്നതുകൊണ്ട് എനിക്ക് വീക്കെൻഡിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റാറുള്ളൂ കേട്ടോ. ഇത് ഗോതമ്പ് വാങ്ങിച്ച് പൊടിച്ച പൊടിയാണ് കേട്ടോ, അതുകൊണ്ട് സൂപ്പറാണ്. നമുക്ക് ഗോതമ്പ് കിട്ടുമ്പോഴൊക്കെ പൊടിച്ച് വയ്ക്കും കേട്ടോ. അപ്പോൾ അതായതുകൊണ്ട് നമുക്ക് സോഫ്റ്റ് ആയിട്ടിരിക്കും, പിന്നെ പ്രിസർവേറ്റീവ് ഇല്ലാണ്ടും കിട്ടും. ഇനി കുഴയ്ക്കുമ്പോൾ സോഫ്റ്റ് ആവണമെങ്കിൽ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമ്മുടെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വെള്ളം ഒറ്റയടിക്ക് ഒഴിച്ച് കൊടുക്കരുത്. ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് സെറ്റ് ചെയ്ത് വയ്ക്കാം. ഇനി കുഴയ്ക്കുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പല മടക്കുകളായിട്ട് കുഴയ്ക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ലെയറായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇത് പാത്രത്തിലാക്കിയിട്ട് അടച്ചു വയ്ക്കുക. നമുക്ക് നമ്മുടെ കറി റെഡിയാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു സവാള എടുത്തിട്ടുണ്ട്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട്, കുറുമക്കറി കേട്ടോ. സെറ്റ് ചെയ്ത സാധനം പടപടാ കുനുകുനാന്ന് അരിഞ്ഞ് വയ്ക്കുക. അതിനുശേഷം നേരെ കുക്കറിൽ തട്ടിക്കോളുക. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഉപ്പിടാം. ഉപ്പ് കുറച്ച് മതി കേട്ടോ, നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. അപ്പോഴാണ് ഞാൻ പച്ചമുളകിൻ്റെ കാര്യം ഓർത്ത് ഓടിപ്പോയി പച്ചമുളക് എടുത്തിട്ട് വന്നു. ഇത് പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി അവനൊന്ന് സെറ്റാവട്ടെ. ആ സമയം നമുക്ക് വേറെ പണിയുണ്ട്. ഒരു കപ്പ് തേങ്ങ എടുക്കുക, ഏലക്ക ഇട്ട് കൊടുക്കുക, അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് നരച്ചെടുക്കുക. നിങ്ങൾ ചപ്പാത്തി മാവിന് മറന്നുപോയോ? ഇത് ഞാനും മറന്നിട്ടില്ല. ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോരുത്തർക്കും ഓരോ ബോളാട്ടോ. ആദ്യമൊക്കെ ഞാൻ ചപ്പാത്തി പരത്തുമ്പോൾ ഇന്ത്യയുടെ ഭൂപടം പോലെയായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ ആ മിഷൻ ചപ്പാത്തി വലിയ ഇഷ്ടമില്ല. പക്ഷെ ഇതാണ്ടോ അതിനിടയ്ക്കൊന്നും അങ്ങനെ ആയിപ്പോയി. നന്നായിട്ട് പൊന്തി വരുന്നുണ്ട്. നമ്മൾ ആ മടക്കായി സെറ്റ് ചെയ്തുകൊണ്ട് കേട്ടോ ഇങ്ങനെ ഇത്രയും പൊന്തി വരുന്നത്. ഇനി നമുക്ക് കറിയിലേക്ക് കിടക്കാം. തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കുക. ഇനി അതൊന്ന് സെറ്റായി വരട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ ഉള്ളി കുനുകുനാന്നരിയും. ആ കുനുകുനാന്നരിഞ്ഞത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. അതിലേക്ക് നമ്മുടെ ആവശ്യത്തിന് നല്ല പച്ച കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് സെറ്റ് ചെയ്ത് തന്നു കഴിഞ്ഞാൽ നേരെ ചട്ടിയിലേക്ക് തട്ടിക്കോളൂ. അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ പോയി കഴിച്ചിട്ട് വരാം കേട്ടോ. കുറച്ച് മസാലപ്പൊടിയും കൂടി ഇടണേ, മറക്കല്ലേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക്